മദ്യപിച്ച് ലക്കുകെട്ട് അശ്രദ്ധമായി വാഹനം ഓടിക്കുന്നത് എത്രയോ മനുഷ്യരുടെ ജീവനാണ് ഭീഷണിയാകുന്നത്. വാഹനത്തിൻ്റെ നിയന്ത്രണം തെറ്റിയാൽ അത് വലിയ അപകടങ്ങൾക്ക് കാരണമാകാം. തിരുവനന്തപുരം കിളിമാനൂരിൽ ഥാർ ജീപ്പ് ബൈക്ക് യാത്രക്കാരായ ദമ്പതിമാരെ ഇടിച്ചു തെറിപ്പിച്ച കാഴ്ച ഭയപ്പെടുത്തുന്നതായിരുന്നു. ഈ മാസം 3-ന് കിളിമാനൂരിൽ വെച്ച് അമിത വേഗത്തിലെത്തിയ ജീപ്പ് ഇടിച്ച് ചികിത്സയിലായിരുന്ന ഭർത്താവ് രജിത്തും മരണത്തിന് കീഴടങ്ങി. ഭാര്യ അംബിക നേരത്തെ മരിച്ചിരുന്നു. ഈ വാഹനത്തിൽ നിന്നും മദ്യലഹരിയിലായിരുന്ന ഒരാളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചെങ്കിലും ഇയാളെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു. എന്നാൽ വാഹനത്തിലുണ്ടായിരുന്ന മറ്റുള്ളവരെ ഇതുവരെ പിടികൂടാനായിട്ടില്ല. അതിനിടെ പോലീസ് പിടിച്ചിട്ട ഥാർ ജീപ്പ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആരോ തീ വെച്ച് നശിപ്പിച്ചതിലും ദുരൂഹതയുണ്ട്. നിന്റെ കൂടെ വേറെ ആരുണ്ടായിരുന്നാണ് ചോദിക്കണം. നീ കുമ്പിട്ട് രണ്ടുപേരേ ഉള്ള. കിളിമാനൂരിൽ ജീപ്പ് പിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബൈക്ക് യാത്രക്കാരൻ കുന്നുമേൽ സ്വദേശി രജിത്ത് പുലർച്ചെയാണ് മരിച്ചത്. ബൈക്കിൽ രജിത്തിനൊപ്പം സഞ്ചരിച്ചിരുന്ന ഭാര്യ അംബിക ഈ മാസം 7-ന് മരിച്ചിരുന്നു. ജനുവരി 3-ന് കിളിമാനൂർ പാപ്പാലയിലായിരുന്നു അപകടം. രജിത്തും ഭാര്യയും സഞ്ചരിച്ചിരുന്ന ബൈക്കിന് പിന്നിൽ ഥാർ ജീപ്പ് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ തെറിച്ചു വീണ അംബികയുടെ തലയിലൂടെ ജീപ്പ് കയറിയിറങ്ങി. വാഹനത്തിൽ കുടുങ്ങിയ ബൈക്കുമായി ജീപ്പ് 400 മീറ്ററോളം അപകടകരമായി ഓടിച്ച് തെരുവുവിളക്കിന്റെ പോസ്റ്റിലിടിച്ചു. തുടർന്ന് നിർത്താതെ പോയ ഥാർ ജീപ്പ് 5 കിലോമീറ്റർ അകലെ വെച്ച് നാട്ടുകാർ തടയുകയായിരുന്നു. ഈ വാഹനത്തിൽ നിന്നും മദ്യലഹരിയിലായിരുന്ന വള്ളക്കടവ് സ്വദേശി വിഷ്ണുവിനെ തടഞ്ഞുവെച്ച് പോലീസിന് കൈമാറിയെങ്കിലും പിന്നീട് ജാമ്യത്തിൽ വിട്ടു. വാഹനത്തിൽ നിന്ന് രക്ഷപ്പെട്ട മറ്റു പ്രതികളെ കണ്ടെത്താനോ പിടികൂടാനോ ഇതുവരെ പോലീസിന് ആയിട്ടില്ല. രജിത്ത് കൂടി മരിച്ചതോടെയാണ് പ്രതിഷേധം കനക്കുന്നത്. മൃതദേഹവുമായി നാട്ടുകാർ MC റോഡ് ഉപരോധിച്ചു. ഇതിനിടെ നാട്ടുകാരും പോലീസുമായി സംഘർഷാവസ്ഥയുണ്ടായി. പാവങ്ങളെ അടിച്ചാലും പാവങ്ങളെ കൊന്നാലും ചോദിക്കാൻ പോലീസും ഇല്ല. പണക്കാരൊക്കെ ഉള്ളു, പോലീസ് പാർട്ടി പോലീസിനെ ഉള്ളു. ദമ്പതിമാരുടെ 8-6 വയസ്സുള്ള കുട്ടികൾ ഉൾപ്പെടെയായിരുന്നു പ്രതിഷേധത്തിനെത്തിയത്. പ്രതിഷേധക്കാരുമായി വർക്കല DYSP ചർച്ച നടത്തി. പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും പ്രതികളെ പിടികൂടാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും DYSP അറിയിച്ചു. വളരെ വിലപ്പെട്ട 2 ജീവനുകൾ നഷ്ടപ്പെട്ടു. 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഭാവിയാണ് ഇവിടെ പോയത്. പോലീസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആൾറെഡി ഇതിനകത്ത് നമ്മൾ മർഡറിന് തുല്യമായ സെക്ഷനുകൾ ഇട്ടിട്ടുണ്ട്. 304 പഴയ 305 105 ഇട്ടിട്ടുണ്ട്. അല്ല, പ്രതികളെ പിടിക്കാൻ ഇപ്പോഴും ഒരു ടീം അവിടെ ഉണ്ട്, പ്രതിയെ പിടിക്കാൻ. നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾക്ക് പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് ആവശ്യമായ നടപടികൾ. വാഹനത്തിൽ നേരത്തെ പറഞ്ഞ 2 പേരെ നമ്മൾ റൂൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഈ 2 പേരെ ഐഡൻറ്റി കാർഡ് അതിനകത്ത് കിട്ടിയിട്ടുണ്ടെങ്കിലും അവർ 2 പേരും പറഞ്ഞിരിക്കുന്നത് അവർ റെക്കോർഡ് ചെയ്തിട്ട് മറ്റൊരിക്കൽ ഒരാൾ അങ്കമാലിയിൽ ക്രിക്കറ്റ് ടൂർണമെൻറ്റിലാണെന്നും അടുത്ത ആൾ പമ്പിൽ അവിടെ ഒരു പമ്പിലോ എന്തോ ഒരു CCTV വിഷനിൽ ഉണ്ടെന്നും അറിയിക്കും. സംഭവത്തിൽ തുടക്കം മുതൽ പോലീസ് അന്വേഷണത്തിൽ വീഴ്ചയുണ്ട്. വാഹനത്തിൽ നിന്നും 2 പേരുടെ ID കാർഡുകളും കണ്ടെത്തിയിരുന്നു. ഉന്നതരെ സംരക്ഷിക്കാൻ കിളിമാനൂർ പോലീസ് ശ്രമിച്ചുവെന്ന് കാട്ടി മരിക്കുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയുണ്ടായി. അംബികയുടെ മരണത്തിന് ശേഷം സമ്മർദ്ദങ്ങളെ തുടർന്നാണ് പോലീസ് നരഹത്യക്കുള്ള വകുപ്പ് ചേർത്തത്. അതിനിടെ കഴിഞ്ഞ ദിവസം രാത്രി പോലീസ് പിടിച്ചിട്ടിരുന്ന ഥാർ ജീപ്പ് ആരോ തീവെച്ച് നശിപ്പിച്ചു.
ന്യൂസ് 18 ആറ്റിങ്ങൽ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.